ഈ ഒരു പയ്യനൊന്ന് ഊതിയതും പൈപ്പിലെ വെള്ളമാണെങ്കിൽ ഇപ്പോൾ ഐസായി മാറുന്നു. അത് പൊട്ടിച്ചെടുത്ത് ഗ്ലാസ്സിലിട്ട് ഇപ്പോൾ അവൻ ഓഫീസിലേക്ക് എത്തി. പക്ഷേ അവൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് അവന്റെ കൂടെയുള്ളവർക്ക് മനസ്സിലായില്ല. കാരണം അവന് വളരെ അമാനുഷികമായ ശക്തികളുണ്ട്. ഒരു ദിവസം അവന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ അവൻ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. പക്ഷേ തന്റെ ബോയ്ഫ്രണ്ട് ഒരു ആൺകുട്ടിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു. അവിടേക്ക് വന്ന കുറച്ച് പയ്യന്മാരോട് അവൾ ഇപ്പോൾ ഫ്ലേർട്ട് ചെയ്യാൻ ആരംഭിച്ചു. ഇത് കാരണം പൊട്ടിച്ചിരിക്കുന്ന ആ പയ്യന്മാരുടെ അടുത്തേക്ക് ചെന്ന് അവൾ ഇപ്പോൾ ഒരു സഹായം ചോദിക്കുന്നു. കാരണം അവളുടെ ബോയ്ഫ്രണ്ടിന്റെ ധൈര്യം അവൾക്ക് മനസ്സിലാക്കണം. അവനാണെങ്കിൽ അവന്റെ യഥാർത്ഥ കഴിവ് പുറത്തു കാണിക്കാതെ അവരുടെ ഒരു തള്ളിനെ ഇപ്പോൾ താഴേക്ക് വീഴുന്നു. ഇത് കണ്ട് എല്ലാവരും അവിടെ നിന്ന് പൊട്ടിച്ചിരിച്ച് ഇപ്പോൾ തിരിച്ചു പോയെങ്കിൽ അവന്റെ ഒരു പിടുത്തത്തിന് നിലത്തുള്ളൊരു ടൈല് പൊട്ടിപ്പോകുന്നു. അങ്ങനെ അവരുടെ മുന്നിൽ നാണം കെട്ടവൻ നേരെ ഇപ്പോൾ അവന്റെ നാട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവന്റെ അച്ഛനോടും അമ്മയോടും അവൻ എങ്ങനെയാണ് ആ ഒരു സൂപ്പർ പവർ ലഭിച്ചതെന്ന് അവൻ ചോദിച്ചപ്പോൾ അവർ അവനോടൊരു സത്യം പറയും. കാരണം അവനൊരു മനുഷ്യക്കുഞ്ഞല്ല. വിചിത്രമായ പേടകത്തിൽ വഴിയോരത്ത് നിന്നുമാണ് അവർക്ക് അവനെ കിട്ടിയത്. അവൻ സങ്കടപ്പെട്ടാണ് പോയതെന്ന് മനസ്സിലാക്കി അവന്റെ കാമുകി ഇപ്പോൾ അവനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് എത്തി. അവിടെ എത്തിയതും ഞെട്ടിച്ചുകൊണ്ട് അവൾ ഇപ്പോൾ ആ പയ്യനെ ആക്രമിക്കാൻ ആരംഭിക്കുന്നു. ഒരു വിധേന അവളോട് പൊരുതി നിന്ന് അവൾ ഇപ്പോൾ അവന്റെ അമ്മയെ ആക്രമിക്കുന്നത് കണ്ട് ഒന്നും നോക്കാതെ അവളുടെ തലയെടുക്കുന്നു. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. കാരണം അതവന്റെ കാമുകിയല്ല, പകരം അവന്റെ ശത്രുക്കൾ അയച്ച അവന്റെ കാമുകിയുടെ രൂപത്തിലുള്ള ഒരു റോബോട്ടാണ്.